പുതിയൊരു ക്ലാസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് കണ്ടീജൻസി മാനേജ്മെൻറ്റ് മോഡൽ എന്താണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ്. ദിസ് മോഡൽ അപ്ലൈസ് ദ തിയറീസ് ഓഫ് ബിഹേവിയറൽ സൈക്കോളജി ഇൻ ജനറൽ but is mostly associated with the principle of reinforcement formulated by B.F. Skinner and his associates. ഈ ഒരു മാതൃക പൊതുവേ ഈ ബിഹേവിയറൽ സൈക്കോളജിയുടെ തിയറിയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടവയാണ്. എന്നാൽ കൂടുതലും B.F. സ്കിന്നറും അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സും രൂപപ്പെടുത്തിയ പ്രിൻസിപ്പിൾ ഓഫ് റെയിൻഫോഴ്സ്മെൻറ്റുമായി വളരെയധികം ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. Skinner's concept of emitted activities of organism leading to operant conditioning was an important deviation from the theory of classical conditioning, which was based upon its elicited behavior. ഈ ഒരു ഓപ്പറൻറ്റ് കണ്ടീഷനിലേക്ക് നയിക്കുന്ന ഒരു എമിറ്റഡ് ആക്ടിവിറ്റീസ് ഓഫ് ഓർഗാനിസം എന്ന ഈ സ്കിന്നറിൻ്റെ ആശയം ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ ഈ തിയറീസിൽ നിന്നുള്ള വളരെ പ്രധാനമായൊരു മാറ്റമായിരുന്നു, വ്യതിചലനമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ പെരുമാറ്റത്തിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആക്ച്വലി ഈ ഒരു മോഡൽ ഉള്ളത്. According to the principle of operant conditioning, the traditional SR bond is not applicable in the higher order behavior. ഇപ്പോൾ ഓപ്പറൻറ്റ് കണ്ടീഷൻ്റെ ഒരു തത്വമൊക്കെ അനുസരിച്ചിട്ട് ഹയർ ഓർഡർ ബിഹേവിയർ എന്ന് പറയുന്നത് പരമ്പരാഗതമായ SR ബോണ്ട്, അതായത് സ്റ്റിമുലസ് റെസ്പോൺസ് ബോണ്ട്, എന്നാൽ ഇതിലത് ബാധകമല്ല. എലിസിറ്റിംഗ് എ സ്പെസിഫിക് റെസ്പോൺസ് ബൈ പ്രൊവൈഡിങ് എ സ്പെസിഫിക് സ്റ്റിമുലസ് ഈസ് ഓൺലി ട്രൂ ഇൻ ദ കേസ് ഓഫ് റിഫ്ലക്സസ് ആൻഡ് ലോവർ ഓർഡർ ബിഹേവിയർ. ഒരു പ്രത്യേക സ്റ്റിമുലസ് നൽകിക്കൊണ്ട് ഒരു നിർദ്ദിഷ്ടമായ റെസ്പോൺസ് ലഭിക്കുന്നത് എന്ന് പറയുന്നത് ഈ റിഫ്ലക്സുകളുടെയും അതുപോലെ തന്നെ ഈ ലോവർ ഓർഡർ ബിഹേവിയറിൻ്റെയും കാര്യത്തിൽ മാത്രമാണ് ഇത് ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ദ റിവാർഡ് വിച്ച് ഈസ് ലൈക്ക് എ സ്റ്റിമുലസ് റീഡിംഗ് ടു ഫർദർ ആക്ഷൻ appears after the initial response which has been emitted because of a natural urge and then acts as a motivating force for strengthening desire type of behavior. അപ്പോൾ ഈ തുടർ നടപടികളിലേക്ക് നയിക്കുന്ന ഒരു സ്റ്റിമുലസ് പോലെയുള്ള റിവാർഡ്, അത് സ്വാഭാവികമായൊരു പ്രേരണ കാരണം ഇനീഷ്യൽ റെസ്പോൺസിന് ശേഷം ഉണ്ടാവുകയും തുടർന്ന് ഇതിൻ്റെ ബിഹേവിയർ ശക്തി കുറച്ചും കൂടി രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമായിട്ട് പ്രവർത്തിക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. Technically, the behavior is said to be reinforced and the reward that acted as the facilitator is said to be reinforcer. Technically, ഈ ഒരു ബിഹേവിയർ ശക്തിപ്പെടുകയും ഒരു ഫെസിലിറ്റേറ്ററായിട്ട് പ്രവർത്തിച്ച ഈ റിവാർഡ് കുറച്ചും കൂടി ശക്തിപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. The behavioral pattern thus emerging is a result of what Skinner called operant conditioning. സ്കിന്നർ ഈ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന് വിളിക്കുന്നതിൻ്റെ ഫലമായാണ് ഈ പെരുമാറ്റ രീതി ഉയർന്ന് വരുന്നത്. Punishment acts as a negative reinforcer and thus the resulting operant conditioning. ഈ പണിഷ്മെൻറ്റ് ഒരു നെഗറ്റീവ് റെയിൻഫോഴ്സർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. Thus it became resulting operant conditioning. In both these cases, the aspect to be noted is the need for immediate association between the behavior and the reinforcer as a prerequisites for behavior modification. This aspect is what is expressed as contingency. അങ്ങനെ ഈ രണ്ട് സന്ദർഭങ്ങളിലും ശ്രദ്ധിക്കേണ്ട ഒരു വശം എന്ന് പറയുന്നത് ബിഹേവിയർ മോഡിഫിക്കേഷന് ഒരു മുൻവ്യവസ്ഥയുള്ള ഒരു പെരുമാറ്റവും അതുപോലെ തന്നെ ശക്തിപ്പെടുത്തലും തമ്മിലുള്ള ഉടനടിയുള്ള ഒരു ബന്ധം ആവശ്യമാണ്. ഈ വശത്തെയാണ് കണ്ടീജൻസി എന്ന് പറയുന്നത്. Contingency warrants
immediate feedback leading to knowledge of result at the end of each component of behavior. ഈ പെരുമാറ്റത്തിൻ്റെ ഓരോ ഘടകത്തിൻ്റെയും അവസാനത്തെ ഈ ഫലത്തെക്കുറിച്ചുള്ള ഒരു അറിവുണ്ടാവുമല്ലോ, ആ അറിവിലേക്ക് നയിക്കുന്ന വളരെ പെട്ടെന്നുള്ള ഫീഡ്ബാക്ക് ഈ കണ്ടീജൻസി ഉറപ്പ് നൽകുന്നുണ്ട്. This knowledge of result act as a rewarding for a punishment force leading to positive or negative reinforcement respectively. അപ്പോൾ ഈ റിസൾട്ടിനെ കുറിച്ചുള്ള ഈ അറിവ് ചിലപ്പോൾ യഥാക്രമം അനുകൂലമോ പ്രതികൂലമോ ആയ ഈ ശക്തിപ്പെടുത്തലിലേക്ക് നയിക്കുന്ന ഒരു എന്താ പറയുക റിവാർഡ് അല്ലെങ്കിൽ ശിക്ഷിക്കുന്ന ഒരു ശക്തിയായിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട്. This means that if the reinforcer which acts as the stimulus for the recurrence of a particular behavior is appropriately manipulated based on the principle of contingency, behavior could be modified as desired. Hence, the model is named as contingency management model. ഇതിനർത്ഥം എന്താണ്? ഒരു പ്രത്യേക പെരുമാറ്റത്തിൻ്റെ ആവർത്തനത്തിനുള്ള ഒരു ഉത്തേജകമായി പ്രവർത്തിക്കുന്ന ഈ റെയിൻഫോഴ്സർ കണ്ടീജൻസിയുടെ ഈ തിയറി അടിസ്ഥാനമാക്കി ഉചിതമായിട്ട് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഈ പെരുമാറ്റം ബിഹേവിയർ നമുക്ക് ഇഷ്ടാനുസരണം മോഡിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ഒരു മോഡലിനെ കണ്ടീജൻസി മാനേജ്മെൻറ്റ് മോഡൽ എന്ന് പറയുന്നത്. Thus the model warrants emphasis of three primary factors, namely stimulus, control, immediate feedback and reinforcement, which are closely associated with the principle of operant conditioning. ഈ ഒരു മോഡല് 3 പ്രാഥമിക ഘടകങ്ങൾക്ക് ഊന്നൽ നൽകുന്നുണ്ട്. അവ സ്റ്റിമുലസ്, കൺട്രോൾ, ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്, അതുപോലെ റെയിൻഫോഴ്സ്മെൻറ്റ് ഇവയ്ക്കൊക്കെ ഊന്നൽ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ അവ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൻ്റെ തത്വവുമായിട്ട് ഇതൊക്കെ എന്താണ് വളരെയധികം അസോസിയേറ്റഡ് ആണ്. The success of behavior modification depends on how effectively contingency management is exercised in the creation or organization of an environment appropriated for achieving the desired target behavior. ഒരു ബിഹേവിയർ മോഡിഫിക്കേഷൻ്റെ വിജയം എന്ന് പറയുന്നത് ആവശ്യമുള്ള ഒരു ടാർഗറ്റ് ബിഹേവിയർ കൈവരിക്കാൻ വേണ്ടിയിട്ട് വളരെ അനുയോജ്യമായൊരു പരിസ്ഥിതി സൃഷ്ടിക്കുക, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ എത്രത്തോളം കാര്യക്ഷമമായ മാനേജ്മെൻറ്റ് ഉപയോഗിക്കുന്നു, ഇവയൊക്കെ ആശ്രയിച്ചിരിക്കുന്ന ഒന്നാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പ്രൊസീജിയർ ഇൻ കണ്ടീജൻസി മാനേജ്മെൻറ്റ്. എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഇതിലുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സ്പെസിഫൈയിങ് ഫൈനൽ പെർഫോമൻസ്. സെക്കൻഡ് വൺ, അസസിങ് എൻഡറിങ് ബിഹേവിയർ. തേർഡ് വൺ, ഫോർമുലേറ്റിംഗ് കണ്ടീജൻസി മാനേജ്മെൻറ്റ് പ്രോഗ്രാം. ഫോർത്ത് വൺ, ഇൻസ്റ്റിറ്റ്യൂട്ടിംഗ് ദ പ്രോഗ്രാം. ദെൻ ഫിഫ്ത്ത് വൺ, ഇവാലുവേറ്റിംഗ് ദ പ്രോഗ്രാം. ഇവയൊക്കെയാണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ്. നെക്സ്റ്റ്, ഗോൾസ് ആൻഡ് അസംപ്ഷൻസ്. ഇതെന്താണെന്ന് നോക്കാം. The ultimate goal of this model is transferability of a desirable behavior to similar new situation. അതായത് ഈ മാതൃകയുടെ വളരെ ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത് സമാനമായ 2 സാഹചര്യങ്ങളുടെ വളരെ ഡിസേബിൾ ആയിട്ടുള്ള ഒരു പെരുമാറ്റത്തിൻ്റെ കൈമാറ്റമാണ്. Because the transferability, the adaptive behavior become intrinsic and under the individual self-control and self-monitoring. അപ്പോൾ ട്രാൻസ്ഫറബിലിറ്റിയുടെ കാരണം അഡാപ്ഷൻ ഒരു ബിഹേവിയർ വളരെ അന്തർലീനമാവുകയും ഇൻട്രൻസിക് ആവുകയാണ്. വ്യക്തിഗത നിയന്ത്രണം, ഒരു സെൽഫ് കൺട്രോൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ സെൽഫ് മോണിറ്ററിങ് ഉണ്ടാകുന്നുണ്ട്. അതായത് സ്വന്തമായ നിരീക്ഷണത്തിനും നിയന്ത്രണത്തിനും ഇത് വിധേയമാവുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഗോൾ ആൻഡ് അസംപ്ഷൻ എന്ന് നമുക്ക് പറയാവുന്നത്. നെക്സ്റ്റ്,
ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ മോഡൽ. ഈ മോഡലിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് സിൻടാക്സ്. സിൻടാക്സിൽ കുറച്ച് ഫേസസ് ഉണ്ട്. ഓരോ ഫേസസും നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫേസ് സ്പെസിഫൈയിങ് എ ഫൈനൽ പെർഫോമൻസ്. അതിൽ വരുന്നത് ഡിഫൈനിങ് ടാർഗറ്റ് ബിഹേവിയർ ഇൻ ടേംസ് ഓഫ് ഡിസൈർഡ് ബിഹേവിയറൽ ഔട്ട്കം. അതായത് നമ്മൾ ആഗ്രഹിച്ച പെരുമാറ്റത്തിൻ്റെ ഒരു റിസൾട്ട്, ആ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ലക്ഷ്യബോധം നിർവചിക്കുക. അതാണ് ഒന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഫേസ് അസസിങ് എൻഡറിങ് ബിഹേവിയർ. ഒബ്സർവ് ആൻഡ് റെക്കോർഡ് ഫ്രീക്വൻസി ഓഫ് ബിഹേവിയർ ആൻഡ് സ്റ്റഡി ദ നേച്ചർ ആൻഡ് കണ്ടന്റ്. ഇവിടെ വരുന്നത് ബിഹേവിയറിൻ്റെ ഫ്രീക്വൻസി ഒബ്സർവ് ചെയ്യാനും രേഖപ്പെടുത്താനും അതുപോലെ തന്നെ സ്വഭാവവും സന്ദർഭവും പഠിക്കുകയുമാണ് ഇവിടെ ചെയ്യുന്നത്. ഫേസ് 3 formulating the contingency, taking decision regarding the environment to be created, select the reinforcer and the reinforcement schedule. ഇവിടെ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിനെ സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിന് അതുപോലെ തന്നെ റെയിൻഫോഴ്സറും ഷെഡ്യൂളൊക്കെ തിരഞ്ഞെടുക്കലാണ് ഈ തേർഡ് ഫേസിൽ വരുന്നത്. ഈ ഫേസ് 4 ഇൻസ്റ്റിറ്റ്യൂട്ടിംഗ് ദ പ്രോഗ്രാം, arrange the environment, inform the student, maintain the reinforcement and behavior shaping schedules. ഇതൊക്കെയാണ് നാലാമത്തെ ഫേസിൽ. അതെന്താ? എൻവയോൺമെൻറ്റ് ക്രമീകരിക്കുക, അതുപോലെ തന്നെ സ്റ്റുഡൻറ്റിനെ അറിയിക്കുക, റെയിൻഫോഴ്സ്മെൻറ്റ്, ബിഹേവിയർ ഷേപ്പിംഗ് മോഡ്യൂൾസ് ഇതൊക്കെ നിലനിർത്തലാണ് നാലാമത്തെ ഫേസിൽ വരുന്നത്. ഫിഫ്ത്ത് ഫേസിൽ വരുന്നത് ഇവാലുവേറ്റിംഗ് ദ പ്രോഗ്രാം, മെഷർ ദ അച്ചീവ്മെൻറ്റ് ഓഫ് ഡിസയേർഡ് റെസ്പോൺസ്. ആവശ്യമുള്ള പ്രതികരണത്തിൻ്റെ എന്തു ചെയ്യണം? നേട്ടം അളക്കുക. അതാണ് അവിടെ വരുന്നത്. നെക്സ്റ്റ് സോഷ്യൽ സിസ്റ്റം. അത് ഹൈലി സ്ട്രക്ചേർഡ് ആണ്. അതുപോലെ തന്നെ കണ്ടീജൻസി ഷെഡ്യൂൾ ഈസ് ഇൻ ഹാൻഡ്സ് ഓഫ് ടീച്ചർ. ടീച്ചറിൻ്റെ കയ്യിലാണ്. ബട്ട് അറ്റ് ദ ടൈം നെഗോസിയേഷൻ വിത്ത് ദ പ്യൂപ്പിൾസ് ഓൾസോ ഈസ് പോസിബിൾ. എന്നാൽ ചില സമയങ്ങളിൽ എന്തുണ്ട്? വിദ്യാർത്ഥികളുമായി ചർച്ചകളും സാധ്യമാണ്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ. ബേസ്ഡ് ഓൺ ഓപ്പറന്റ് കണ്ടീഷനിങ് ആൻഡ് അതർ സ്പെസിഫിക് കണ്ടീജൻസി മാനേജ്മെൻറ്റ്, the teacher positively reinforces an appropriate behavior. ഓപ്പറന്റ് കണ്ടീഷനിങ്ങും മറ്റ് നിർദ്ദിഷ്ട സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീജൻസി മാനേജ്മെൻറ്റിനെ അടിസ്ഥാനമാക്കി അധ്യാപകൻ എന്ത് ചെയ്യുന്നു? വളരെ ഉചിതമായ പെരുമാറ്റത്തെ എന്താക്കി മാറ്റുന്നു? വളരെ അനുയോജ്യമാക്കി മാറ്റുന്നു. നെക്സ്റ്റ് ഇതിൻ്റെ സപ്പോർട്ടിംഗ് സിസ്റ്റമാണ്. സപ്പോർട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് റെയിൻഫോഴ്സേഴ്സ് ഉണ്ട്, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഉണ്ട്, അതുപോലെ തന്നെ വളരെ പേഷ്യൻ്റ് ആൻഡ് കെയർഫുൾ പ്ലാനിങ് ഓൺ ദ പാർട്ട് ഓഫ് ടീച്ചർ. ഒരു ടീച്ചറിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ വളരെ നല്ല കെയർഫുള്ളും അതുപോലെ നല്ല ക്ഷമയോട് കൂടിയിട്ടുള്ള ഒരു പ്ലാനിങ് ടീച്ചറിൻ്റെ ഭാഗത്തും ഉണ്ട്. ഇതാണ് സപ്പോർട്ട് സിസ്റ്റത്തിൽ വരുന്നത്. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷണൽ ആൻഡ് നർച്ചറൽ എഫക്ട്സ് ആണ്. ഇത് academic skills and knowledge, first one. Second one, local skill and behavior. Then third one, self management skill. Fourth one, emotional responses. Then last one, personal skills. ഇതൊക്കെയാണ് ഇൻസ്ട്രക്ഷണൽ ആൻഡ് നർച്ചറൽ എഫക്ട്സ് ആയിട്ട് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ച മോഡലിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് വളരെ ക്ലിയറായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.